കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവരികയുണ്ടായി. ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി വല്ലാണ്ട് വയലൻ്റ് ആകുന്നു എന്നുള്ളതാണ്. ഒരു 8:30, 9 മണി, 10 മണി ഈ സമയത്തൊക്കെ നന്നായിട്ട് വയലൻ്റ് ആകുന്നു. ആരും പറഞ്ഞനുസരിക്കുന്നില്ല. ഒരു പ്രത്യേക രൂപത്തിലേക്കാകുന്നു. ഒരു ദേഷ്യത്തിലും വൈരാഗ്യത്തിലും നിൽക്കുന്നു. പെട്ടെന്ന് അസഭ്യം പറയുന്നു. ഇങ്ങനെയുള്ളൊരു സ്വഭാവ പ്രകൃതിയിലേക്ക് എത്തുന്നു. ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ കുട്ടിയുടെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കണ്ടാൽ ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ ആ കുട്ടിയുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്താണ്, എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രിയാകുന്നത് വരെയുള്ള ഒരു റൊട്ടീൻ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി മഗ്‌രിബിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു ശീലമുണ്ട്. അത് വേറെ 1, 2 ആവശ്യങ്ങൾക്ക് അവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നൊരു ഒരു രീതിയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ സമയം ഇങ്ങനെ പുറത്തിറങ്ങുന്നതിന് എത്ര നേരം പുറത്ത് നിൽക്കുന്നോ അതിനനുസരിച്ച് ഈ കുട്ടി ഈ ഒരു സ്വഭാവ ദൂഷ്യം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പല കാരണങ്ങളുണ്ടാകാം. അതിൽപ്പെട്ട ഒരു കാരണം ഞാനിവിടെ ഒന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മക്കളിലും ഇതേപോലെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാരണം കൊണ്ടായേക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിശാചിനൊരു സ്വാധീനം ഇത്തരം കാര്യങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പിശാചിനോ ഷെയ്ത്വാനോ അങ്ങനെയൊക്കെ ഒരു സ്വാധീനം നമ്മുടെ കുട്ടികളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പിശാച് ഷെയ്ത്വാൻ എന്ന് പറയുന്നത്, അതിന് വെളിച്ചം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യവും ദുഃഖമുള്ള കാര്യവും, ഇരുട്ട് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം സന്തോഷമുള്ള കാര്യമാണ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇരുട്ടാണ്. ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നതാണ് പിശാച്. അതുകൊണ്ട് തന്നെയാണ് പകൽ അസ്തമിച്ചാൽ അസ്തമയ സമയത്ത് അസ്തമയം കഴിഞ്ഞാൽ ഈ പിശാചതിൻ്റെ ദ്രോഹങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ള പകലിനേക്കാളും കൂടുതൽ ഒരു പൈശാചികതയും പൈശാചിക ബുദ്ധിമുട്ടും പിശാചിൻ്റെ ഉപദ്രവങ്ങളൊക്കെ രാത്രിയിലുണ്ടാവുക. ഈ പിശാചും പിശാചിൻ്റെ അനുയായികളും ഷൈത്വാനൊക്കെ യഥാർത്ഥത്തിൽ ഈ രാത്രിയിലാണ് ഉന്മേഷത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഭൂമിയിൽ ഇങ്ങനെ പരക്കുന്ന സമയം എന്നുള്ളത് ആ സമയത്താണ്. അപ്പോൾ ഈ പിശാച് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ വ്യാപിക്കും, അവരിങ്ങനെ വ്യാപരിക്കും. അതേപോലെ തന്നെ വിശ്വാസികളായ, അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകളിൽ തന്നെ ദുർബല ചിത്തരെ ഈ പിശാച് പാത്രമാക്കി തുടങ്ങുന്ന. അപ്പം നല്ലോണം ദിക്റൊക്കെ ചൊല്ലി ഖുർആനൊക്കെ പാരായണം ചെയ്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പഴപ്പിക്കാനും ബുദ്ധിമുട്ടാക്കാനും പിശാചിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകും. എന്നാൽ ദിക്റുകളൊന്നും ഇല്ലാത്ത ദുർബലരായ ആളുകൾ, അത് മുതിർന്നവരാണെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഈ പിശാചിൻ്റെ ആക്രമണങ്ങളിലും ഈ ബുദ്ധിമുട്ടുകളിലൊക്കെ പെടും. അങ്ങനെയാണ് പിന്നെ ഈ വീട്ടിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിശാച് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് തോന്നിപ്പിക്കുക, ആ ചെയ്തത് ശരിയായില്ല, ആ പ്രവർത്തിച്ചത് ശരിയായില്ല, എന്താ ഭാര്യ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ തോന്നിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പിശാചിൻ്റെ ദുർബോധനകളാണ് അതൊക്കെ. അപ്പം അത് ദുർബലരായ ആളുകളെയാണ് പിശാച് ഇങ്ങനെ കളിപ്പാട്ടമാക്കി മാറ്റുക. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ അവർ വല്ലാതെ പിടികൂടുന്നുള്ളതാണ്. കുട്ടികളെ കൂടുതൽ കാരണം കുട്ടികൾ അബലരാണ്, അവർ ദുർബലരാണ്, അവർ ദിക്റുകളും ദുആകളും പതിവാക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, വൈകുന്നേര സമയങ്ങളായി കഴിഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ കാന ജുനുഹുൽ ലൈലി, നിങ്ങൾ ഔ അംസൈത്തും ഫകുഫു സിബിയാനക്കും, സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ
പിടിച്ചു വെക്കണം, അവരെ തടഞ്ഞു വെക്കണം, പുറത്തേക്ക് അയക്കരുത്. പിന്നെ കാരണം എന്താ, ഈ ഷെയ്ത്വാൻ ഫ ഇന്ന ഷയാത്തീന തന്തശിറു ഹീനഇദിൻ, ആ സമയത്താണ് പിശാചുകൾ ഇളകി മറിയുന്ന സമയം, അവർ വ്യാപരിക്കുന്ന സമയം. ഫഇദാ ദഹബത്ത് സഅതു മിനൽ ലൈൽ ഫഖുല്ലൂഹും വഅഗ്ലിഖുൽ അബ്വാബ വദ്കുറു ഇസ്മല്ലാഹി ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തണം, പുറത്തേക്ക് അയക്കരുത്. കാരണം ഷെയ്ത്വാൻ ആ സമയത്ത് വ്യാഹരിക്കുന്ന സമയമാണ്, വ്യാപിക്കുന്ന സമയമാണ്. ഷെയ്ത്വാൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന സമയമാണ്. മാത്രമല്ല, നിങ്ങൾ ഡോറുകളൊക്കെ അടക്കണം, ബിസ്മി ചൊല്ലിയിട്ട് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം, വാതിലുകൾ അടച്ചു വെക്കണം. കാരണം അടക്കപ്പെട്ട ഒന്നും പിശാചിന് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. പൈശാചികമായ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നല്ലോണം നമ്മൾ കെയർ ചെയ്യണം. പ്രത്യേകിച്ച് മുതിർന്നവരിലും ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടുണ്ടാകും. മുതിർന്നവരിൽ ഉണ്ടാകുന്ന എങ്ങനെയാ, മുതിർന്നവർ ഇത്തരം ദിക്റുകളും ദുആകളും ആയത്തുകളും ഖുർആനൊന്നും പതിവാക്കാത്തവരാണെങ്കിൽ അവർ സ്പിരിച്വലി വീക്കാണ്, ആത്മീയമായിട്ട് അവർ ബലഹീനരാണ്. അവർ ചിലപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നവരായിരിക്കാം, നല്ല ആരോഗ്യമുള്ളവരായിരിക്കാം, അല്ലേ? പക്ഷെ ആത്മീയമായിട്ട് അവർ ബലഹീനരാണ്, ശക്തിയില്ലാത്തവരാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ പിശാചിന് വല്ലാതെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്നുള്ളതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ആയത്തുൽ കുർസി ഓതുന്നതിൻ്റെ ഒരു പ്രാധാന്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇലാ ഫിറാഷിക്, നിങ്ങളുടെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. അങ്ങനെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൽ വലാ യഖറബുക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ്, പ്രഭാതമാകുന്നത് വരെ, പുലരുന്നത് വരെ പിശാച് നിന്റെ അടുത്തേക്ക് അടുക്കുക പോലുമില്ല, പിശാചിന് നിന്നെ സമീപിക്കാൻ കഴിയൂല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പൈശാചിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ പിശാചിനെ തൊട്ട് കാവൽ തേടാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചില കുട്ടികളിൽ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം അതാണ്, ചില കുട്ടികളിൽ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നത് ഇത്തരം കാരണങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നല്ലോണം കെയർ ചെയ്യണം, ഹിഫ്ളിന് വേണ്ടിയിട്ടുള്ള ചെയ്തു കൊടുക്കണം. അവരെ നല്ല രൂപത്തിൽ തന്നെ, നല്ല ചിട്ടയിൽ തന്നെ വളർത്താനും സാധിക്കണം. എന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കളാകട്ടെ, അത് ചെറിയ നാളിലെ മക്കളിൽ ശീലിപ്പിക്കുക. അത് നമുക്ക് നല്ലൊരു കവചാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഒരു പരിചയമാണത്. അവർ അധാർമികതയിലേക്ക്, അരുതായ്മകളിലേക്ക്, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാനൊക്കെ നല്ലൊരു പരിചയമാണ് യഥാർത്ഥത്തിൽ ഈ ദിക്റുകൾ പതിവാക്കാന്നല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ ചൊല്ലാനൊന്നും കഴിയില്ല, അല്ലേ? അപ്പോൾ നമുക്ക് അവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറുതൊക്കെ ചൊല്ലാൻ വേണ്ടി കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഒരുവിധം ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വലിയ സലാമത്ത് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ദിക്റുകളും ദുആകളൊക്കെ പതിവാക്കുക. സ്വലാത്തിൻ്റെ മജ്ലിസുകൾ, മൗലിദിൻ്റെ സദസ്സുകൾ, നാട്ടിൽ നടക്കുന്ന ബദരീയത്തിൻ്റെ മജ്ലിസുകൾ, ഇതിലൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കാം, അവരെ പ്രചോദിപ്പിക്കുക, ദീനിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ സഹകരിപ്പിക്കുക. അപ്പോൾ അവർ നല്ല ചിട്ടയിൽ തന്നെ ഇങ്ങനെ വളരും. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും രാവിലെ നേരത്തെ സുബഹ് ഖളാകുന്നതിൻ്റെ തൊട്ട് മുമ്പെങ്കിലും ഒന്ന് വിളിച്ചുണർത്തി സുബഹ് നിസ്കരിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിട്ടകളൊക്കെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർ ആത്മീയമായിട്ട് നല്ല പവറുള്ളവർ, ശക്തിയുള്ളവരായിത്തീരും. അപ്പോൾ പിന്നെ പിശാചിനെ അവരെ സ്വാധീനിക്കാൻ തീരെ കഴിയില്ല. പലപ്പോഴും പലരും പറയുന്നതാണ്, എൻ്റെ മോൻ അങ്ങനെയാണ്, തീരെ പറഞ്ഞനുസരിക്കുന്നില്ല. ഇതൊക്കെ ഒരു പൈശാചികതയാണ്. പിശാചിൻ്റെ ഒരു ഷെറ് കുട്ടികളിൽ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ടല്ലേ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഏലസും മൈക്കല്ലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മന്ത്രിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഓൽക്കൊരു ഹൈഫിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓതി കൊടുക്കുക, ചൊല്ലിക്കൊടുക്കുക, ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. അതൊക്കെ അവർക്ക് നല്ല കാവൽ കിട്ടാൻ കാരണമാകും. എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെ ഖൈറിൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തിട്ട് അരുതായ്മകളിലേക്ക് പ്രവേശിക്കാത്ത നല്ല മക്കളാക്കട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴും മറ്റുമൊക്കെ
പല വിഷയങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. താഴെ പല ആളുകളും പല വിഷമങ്ങളും പ്രയാസങ്ങളും കമൻ്റ് എഴുതും. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.